സർ, ഈ ആറന്മുള വിഷയത്തിൽ പരിസ്ഥിതിവാദിയും ഹരിതവാദിയുമായ പ്രസാദ് മന്ത്രിയുടെ വാദം എത്രത്തോളം വിജയിക്കും? അതോ മുഖ്യമന്ത്രിയുടെ വികസന മുഖ്യമന്ത്രിയുടെ വികസന അജണ്ട, മുഖ്യമന്ത്രി വികസന തന്ത്രവുമായി നീങ്ങുമ്പോൾ പ്രസാദ് എന്ന പരിസ്ഥിതിവാദിയുടെ, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്, അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ്, അദ്ദേഹത്തിന്റെ വാദം വിജയിക്കുമോ അതോ മുഖ്യമന്ത്രിയുടെ ഭാഗം വിജയിക്കുമോ? സർ, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഇന്നൊരു പ്രസ്താവന നടത്തിയായിട്ട് കണ്ടിരിക്കുന്നു. കേരളം എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ സംസ്ഥാനമല്ല. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അത് ഞങ്ങൾ പറയും. അതായത് ക്യാബിനറ്റ്, പിന്നീട് നിയമസഭാ സാമാജികര് ഇവർ പറയും, നിങ്ങളത് കേട്ടാൽ മതി, അത് ചെയ്യാനുള്ള അടിമകൾ മാത്രമാണെന്നുള്ള ഒരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇന്ന് കണ്ടത്. വിഷയം, ഈ പ്രസ്താവന വരാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ആറന്മുളയിലെ ഒരു IT പാർക്ക്, അതുപോലെ എന്തോ ഒരു സംവിധാനം പ്രപ്പോസ് ചെയ്യപ്പെട്ടിരുന്നു. വ്യവസായ വകുപ്പാണ് ആ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വന്നത്. നേരത്തെ അവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കമ്പനിയാണ് അതിന്റെ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അപ്പൊ കാര്യം പ്രസാദ് പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരല്ല മന്ത്രിമാര്. പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവർക്ക് അവർ ഇതിന്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആളുകളാണ്. നിർദ്ദേശം കൊടുക്കേണ്ട മന്ത്രി, നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥർ. ഇവർക്ക് ഇടയ്ക്ക് ഒരു സംഘർഷമുണ്ടോ എന്ന് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രസാദിനെ പോലെ വളരെ സൗമ്യനായ ഒരു മന്ത്രിയിൽ നിന്നും അതുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തെ ക്ഷുഭിതനായത് ഒരുപക്ഷെ ആറന്മുളയോടുള്ള വൈകാരികമായ ഒരു അടുപ്പം കൊണ്ടായിരിക്കും. ആറന്മുളയിലെ നീർത്തടങ്ങൾ അത് നികത്താൻ അദ്ദേഹം സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെ വിമാനത്താവളം വന്നപ്പോൾ പോലും കുമ്മനം രാജശേഖരനൊപ്പം സമരം ചെയ്ത് ആ വിമാനത്താവളം അവിടെ നടപ്പാക്കാതിരിക്കാനുള്ള എല്ലാവിധമായ നടപടികളും സ്വീകരിച്ച ആളാണ് CPIയുടെ മന്ത്രിയായ പി പ്രസാദ്. അന്ന് അദ്ദേഹം പത്തനംതിട്ട CPIയുടെ ജില്ലാ കൗൺസിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു നേട്ടം, അതായത് അവിടെ ഒരു വിമാനത്താവളം വരുന്നതിൽ തടയുവാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ നീർത്തട വികസനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കറക്റ്റാണ്. അതിന് അദ്ദേഹം പറയുന്ന ഹരിത ട്രൈബ്യൂണലിൽ നിന്നുള്ള ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ കൃഷി വ്യാപകമായിട്ട് കുറഞ്ഞു വരികയാണ്. കൃഷി എന്ന് പറയുന്ന സംഗതി ഒരു സാംസ്കാരിക തുടർച്ചയാണ്. ആ സാംസ്കാരിക തുടർച്ച കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമായി. അതിന് പലവിധ തർക്കവിതർക്കങ്ങളും ആളുകൾ പറയുന്നുണ്ട്. കുറെ CPMന്റെ ട്രേഡ് യൂണിയൻസിന്റെ തലയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർഷിക വൃത്തിക്ക് വേണ്ട ഒരു സംസ്കാരം, അല്ലെങ്കിൽ അതിന്റെ ഒരു കൾച്ചർ, വർക്ക് കൾച്ചർ എന്നാണ് പറയേണ്ടത്, ഒരു അഗ്രികൾച്ചർ വർക്ക് കൾച്ചർ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ലാഭമില്ലായ്മയാണ്. ലാഭമില്ലായ്മയുടെ കമ്പാരിസൺ എന്ന് പറയുന്ന മറ്റ് കൊമേഴ്സ്യൽ പ്രോഡക്റ്റുമായിട്ട്, അഗ്രികൾച്ചർ കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് അല്ല. നിങ്ങൾ ഇപ്പോൾ 10 മുറുക്കുണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ ആ മുറുക്കിന് കിട്ടുന്ന ലാഭം 1 കിലോ അരി ഉൽപ്പാദിപ്പിച്ചാൽ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ വിഷയം. അപ്പൊ ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. കേരളത്തിൽ ഏതാണ്ട് 70-കൾ തൊട്ട് 80-കളുടെ പകുതിയാകുമ്പോഴാണ് കൃഷി ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒരു നിശ്ചലതയിലേക്ക് വരുന്നത്. അതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒട്ടുമിക്ക സമൂഹത്തിൽ നിന്നും, കാർഷിക സമൂഹത്തിൽ നിന്നും
പിന്നെ തൊഴിലാളികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എല്ലാ തലത്തിൽ നിന്നും അക്കാഡമിക് വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടാനും അതിനനുസരിച്ചുള്ള തൊഴിലുകൾ ഏറ്റെടുക്കാനുമായിട്ടുള്ള ഒരു നീക്കം ആണ് നടന്നത്. എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോലിയോട്, വെള്ളക്കോളർ ജോലിയോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായി വന്ന ഒരു കാലഘട്ടമാണ് 1970-85 കാലഘട്ടം എന്ന് പറയുന്നത്. 85 കഴിഞ്ഞിട്ട് ഇതൊരു കേരളത്തിന് പുറത്ത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കുത്തൊഴുക്കുണ്ടായി. അവിടെ പോയി വിദ്യാഭ്യാസം നേടുകയും, അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചർ, അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് മാറിപ്പോയി. കൃഷിയിൽ നിന്ന് വളരെ മാറിപ്പോയി. എന്നാൽ കൃഷി ഇനിയും വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്താനായിട്ടുള്ള സംവിധാനം കേരളത്തിൽ വളരെ വിരളവുമാണ്. കാരണം എന്ന് പറയുന്നത് നാമമാത്ര കർഷകനും ചെറിയ കൃഷിഭൂമികളും ഒക്കെയാണ്. അത് വെച്ചിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നീർത്തടങ്ങളും നെൽവയലുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് ഭൂരിഭാഗവും തരിശിട്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിന് വർക്ക് ഫോഴ്സിനെ കൊടുക്കുകയും അല്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുത്തത് കൃഷിയൊക്കെ ചെയ്യുന്ന, പണ്ട് കുട്ടനാട്ടില് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കി, അത് വിജയിച്ചില്ല, മുന്നോട്ട് പോയില്ല. അപ്പൊ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ സംസ്കാരം, കൃഷി സംസ്കാരം ഉണ്ടാകുന്ന തൊഴിലാളികളും അതിന്റെ പ്രണേതാക്കളും ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് അക്കാഡമിക് ആയിട്ടുള്ള, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയവര്, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവര്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകൾ IT അതുപോലുള്ള ഡിജിറ്റൽ ഏരിയകളിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാനേജ്മെന്റ്, ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ഉള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നു ഇവിടെ ആറന്മുളയിലുള്ള IT പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ കൃഷിയോടുള്ള കടുത്ത ആത്മാർത്ഥതയും പിന്നെ ആറന്മുളയുടെ പ്രത്യേക സാഹചര്യവും വെച്ചിട്ടാവണം അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രി കൃഷി വിട്ടിട്ട്, അതായത് കൃഷിക്കകത്ത് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ വിട്ടിട്ട് ആറന്മുള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയിട്ടാണ് അദ്ദേഹം ഇപ്പം ചെയ്യുന്നത്. ഇവിടെ ഒരു ടെക്നിക്കൽ പാർക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷെ 1000 പേർക്കോ മറ്റോ ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. 1000 പേർക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ അതിന്റെ മനസാക്ഷി കുത്തുകൊണ്ടാണോ, അതായത് 1000 പേരുടെ ജോലി നഷ്ടപ്പെടുത്തിയതിലുള്ള മനസാക്ഷി കുത്തുകൊണ്ടാണോ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ മേക്കിട്ട് കയറിയെന്ന് അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ വസ്തു, അതായത് ആറന്മുളയിലെ നീർത്തടങ്ങൾ, ശരിയാണ്, ആറന്മുളയിലെ നീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. അതിനു മുമ്പ് ഈ നീർത്തടങ്ങൾ സംരക്ഷിച്ചാൽ മാത്രം പോരാ, അവിടെ നീർത്തടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനെ അത് ഈ കാട് പിടിക്കുന്നതിനെ ഒക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് കൂടി അദ്ദേഹം അതിന് മറുപടി പറയേണ്ടി വരും. കാരണം കേരളത്തിലെ നീരൊഴുക്കെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ലാൻഡ് കൺവേർഷൻ നടത്തുന്നതിൻ്റെ അകത്ത് അദ്ദേഹത്തിനുള്ള എതിർപ്പ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു പരിഹാരം, ലാൻഡ് കൺവേർഷന് പറ്റുന്നില്ല എങ്കിൽ അതിന് ആ ലാൻഡ് യൂട്ടിലൈസേഷനുള്ള ഒരു പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെക്കണം. അവിടെ ഭാഗികമായിട്ടൊക്കെ ആറന്മുളയിൽ കൃഷി നടക്കുന്നുള്ളൂ. അത് തന്നെ ഒരു പേരിന് നടക്കുന്ന പോലെയാണ് കണ്ടത്. പിന്നെ ഇദ്ദേഹത്തിന്റെ സ്വദേശത്തിനടുത്ത ഒരു പുഞ്ച മൊത്തം കൃഷി ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ ആ പുഞ്ച അത് തരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്നും ഒരു തിരിച്ചുള്ള ഒരു നെൽകർഷക കൾച്ചർ തിരിച്ചു വരുന്നിടം വരെ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു തരം ഭാവന മാത്രമാണ്. അതായത് നമുക്ക് എങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അവിടെ ഇപ്പോൾ IT പാർക്ക് വേണ്ട എങ്കിൽ പോലും 1000-ഓ 2000-ഓ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന മറ്റൊരു പദ്ധതിയെ പറ്റി ഒരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ട് വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്ന് പറയുന്നത് ഈ പറയുന്ന നീരൊഴുക്കും മറ്റും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്താൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ അവിടെ
നെല്ല് വിത്തുൽപാദനം ആരംഭിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുതുതായിട്ട് വരുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴില് കിട്ടുന്ന ഒരു പദ്ധതി, അതിനെ ഈ പറയുന്ന ജലസ്രോതസ്സുകളുടെയും നീർത്തട വികസനത്തിന്റെയും മറ്റും പേരിൽ ഒരുതരം കടുംപിടുത്തം പിടിച്ചിട്ട് അസ്തമിപ്പിക്കുന്നത് എന്തായിത്തീരും? അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് ഈ സ്ഥലം വിട്ടു പോകേണ്ടി വരുന്നത്. പക്ഷേ ആ ആറന്മുളയിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും പുതിയ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾക്ക് സ്ഥലം കണ്ടെത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യും. അത് അക്കാര്യത്തില് മുഖ്യമന്ത്രിയുടെ എന്താണ് താല്പര്യത്തിനും അല്ലെങ്കിൽ അതിനുള്ള റിസോൾവിലും എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ നീർത്തടമല്ല, ലാൻഡ് യൂട്ടിലൈസേഷന്റെ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും വരേണ്ടതാണ്. അതിന് അനുകൂലമായ ഒരു മാറ്റം ഈ നീർത്തട വികസന നയത്തിൽ അല്ലെങ്കിൽ നെൽവയൽ വികസന നയത്തിൽ കേരളത്തിലെ കൃഷി വകുപ്പും കൃഷി മന്ത്രിയും കണ്ടുപിടിച്ചാൽ വളരെ നന്നായിരിക്കും.